ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിനകത്തെ വളരെ പ്രധാനപ്പെട്ട റിഡംഷൻ. ഓക്കെ, റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ. സോ കോൺസെപ്റ്റ് നമുക്ക് അറിയാവുന്നതാണ്. റിഡംഷൻ എന്താണ്, റിഡീം ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവർ ഇൻവെസ്റ്റ് ചെയ്ത പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ് ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ട് തിരിച്ചു കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റിഡംഷൻ. കോൺസെപ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, സോ റിഡംഷൻ വൺസ് പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്, ഓക്കെ, നമ്മുടെ കമ്പനിക്കകത്ത് ഓക്കെ ഓൾറെഡി അവർ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 20 lakh rupees. ഓക്കെ, 20 lakh rupees അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെവിടെ ഉണ്ടാവുക, നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിലുണ്ടാവും. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് 20 lakh ഉണ്ടാവും. ഓക്കെ, സോ ആഫ്റ്റർ എ ഫ്യൂ പീരീഡ്, ഓക്കെ, ഒരു നിശ്ചിത കാലാവധിക്ക് ശേഷം, ഒരു കാലത്തിന് ശേഷം വി വിൽ റിഡീം, വിച്ച് മീൻസ് റീപേയ്മെൻറ്റ്. എന്താ, നമ്മൾ എന്ത് ചെയ്യും, ഈ എമൗണ്ട് ഈ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് തിരിച്ചു കൊടുക്കുന്ന പ്രോസസ്സിനെ എന്ന് പറയുന്നത് റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്ന് പറയുന്നത്. കോൺസെപ്റ്റ് ക്ലിയർ ആണല്ലോ. റിഡംഷൻ ഓഫ് പ്രിഫറൻസ് ഷെയർ എന്താണെന്ന് മനസ്സിലായല്ലോ. സോ നമുക്കൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്യും. വളരെ സിമ്പിളാണ് ഇടാ. ഓക്കെ, ദ ഫോളോയിങ് എക്സ്ട്രാക്ട് ഫ്രം എ ബാലൻസ് ഷീറ്റ് ഓഫ് എ സൺ ലിമിറ്റഡ് ആസ് ഓൺ 31st December 2020. ഓക്കെ, സോ ഇവിടെ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ഷെയർ ക്യാപിറ്റൽ തന്നിട്ടുണ്ട്. എന്താ സ്ഥിതി, 10,000 ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ 10 each, വിച്ച് മീൻസ് 1 lakh rupeesൻ്റെ ഷെയർ ക്യാപിറ്റലിൻ്റെ എവിടെയാണ് ഉണ്ടാവുക, യെസ്, ബാലൻസ് ഷീറ്റിൻ്റെ ലാബിലിറ്റി സൈഡിൽ ഉണ്ടാവും. ആയിക്കോട്ടെ, ദെൻ 10,000 8% പ്രിഫറൻസ് ഷെയർസ് അറ്റ് ദി റേറ്റ് ഓഫ് 10 each 1 lakh ഇക്വിറ്റി ഷെയർ കൂടാതെ 1 lakhൻ്റെ പ്രിഫറൻസ് ഷെയർ കൂടെയുണ്ട്. സോ നോക്കിക്കണം മക്കളെ, ഇവിടെ 8% പ്രിഫറൻസ് ഷെയർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, എവറി ഇയർ യു ഹാവ് ടു പേ 8% ഓഫ് ദിസ് എമൗണ്ട്. 1 lakhൻ്റെ 8% എല്ലാ വർഷവും റിട്ടേൺ ആയിട്ട് കൊടുത്തിട്ടുണ്ടാവും. ദേ ഹാവ് ദി പ്രിഫറൻസ് ഇൻ ഗെറ്റിംഗ് ദിസ് പെർട്ടിക്കുലർ ഡിവിഡൻഡ്. ഓക്കെ, അത് അതിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ 8% റിട്ടേൺ നമ്മൾ കൊടുക്കണം. ഓക്കെ, ദെൻ തന്നിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ക്യാപിറ്റൽ റിസർവ് 30,000, ജനറൽ റിസർവ് 50,000, പ്രോഫിറ്റ് ആൻഡ് ലോസ് സർപ്ലസ് 85,000. You are supposed to redeem, okay, the company exercise its option to redeem the preference shares on 1st January 2020. okay, ന്യൂ ഇയറിൽ എന്ത് തീരുമാനിച്ചിട്ടുണ്ട്, യെസ്, ന്യൂ ഇയർ ചലഞ്ച് മോഡൽ പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കാനുള്ളത് മുഴുവൻ കൊടുത്ത് അവരെ സെറ്റിൽ ചെയ്യുക അല്ലെങ്കിൽ റിഡീം ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. സോ ഗീവ് ജേണൽ എൻട്രീസ് ടു റെക്കോർഡ് ദി ഫോളോയിങ് റിഡംഷൻ. ഇതൊക്കെ നമുക്ക് ജേണൽ എൻട്രി ഒക്കെ എഴുതാം. ബിഫോർ ദാറ്റ് വി നീഡ് ടു എൻഷുർ ദ സോഴ്സ്. ഓക്കെ, ഏത് സോഴ്സ് എടുത്തിട്ടാണ് നമ്മളിത് റിഡീം ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒരാളെ സെറ്റിൽ ചെയ്യണമെങ്കിൽ നമ്മൾ തീരുമാനിച്ചാൽ മാത്രം പോരാ, വി മസ്റ്റ് ഹാവ് ദി സഫിഷ്യൻറ്റ് ഫണ്ട് ടു സെറ്റിൽ ദാറ്റ് പർട്ടിക്കുലർ ഇൻവെസ്റ്റർ. ഓക്കെ, സോ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫണ്ട് വേണം. ഫണ്ടിന് നമ്മൾ പൊതുവേ ഓപ്റ്റ് ചെയ്യുന്നത്, ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ പ്രോഫിറ്റ് ഉണ്ടോ, അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഉണ്ടോ, നമ്മൾ എടുക്കും. ദെൻ വാട്ട് അബൌട്ട് ജനറൽ റിസർവ് ഔട്ട് ഓഫ് പ്രോഫിറ്റിൽ നിന്ന് മാറ്റി വെക്കുന്നതാണ്. ഒബ്വിയസ്ലി വി വിൽ മേക്ക് യൂസ് ദിസ് ജനറൽ റിസർവ് ഓൾസോ. ദെൻ വാട്ട് അബൌട്ട് ക്യാപിറ്റൽ റിസർവ്. മക്കളെ, ഒരിക്കലും നമ്മൾ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ ക്യാപിറ്റൽ റിസർവിനെ ഉപയോഗിക്കാറില്ല. അതുകൊണ്ട് റിഡീം ചെയ്യാനും ക്യാപിറ്റൽ റിസർവ് എടുക്കാൻ വേണ്ടി പാടില്ല. എങ്ങനെ, പ്രത്യേകം നോട്ട് ചെയ്യണം. യു ക്യാൻ മേക്ക് യൂസ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, ജനറൽ റിസർവ്, ബട്ട് യു കാണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യാപിറ്റൽ റിസർവ് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സിനെ റിഡീം ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഈ പോയിന്റ് പ്രത്യേകം ഓർത്ത് വെക്കുക. സോ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പ്രകാരം എനിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ 85,000 ഉണ്ട്, ജനറൽ റിസർവിൽ 50,000, 1,35,000 ഇവിടെ ഓൾറെഡി ആയിട്ടുണ്ട്. സോ നമ്മൾ കൊടുക്കാൻ എത്രയേ ഉള്ളൂ, 1 lakh കൊടുക്കാനുള്ളൂ. സോ യു ക്യാൻ മേക്ക് യൂസ് ദീസ് ടു സോഴ്സസ്. ഓക്കെ, അപ്പം ഞാൻ എടുക്കുന്നത് ജനറൽ റിസർവ് നിന്ന് എടുക്കും, പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ നിന്ന് എടുക്കും. സോ പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ സർപ്ലസ് ഉണ്ട്, ആദ്യം ഇത് എടുക്കുന്നതാണ് ഉചിതം. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. എന്നിട്ട് ബാക്കിയുള്ള നമുക്ക് എവിടെ നിന്ന് എടുക്കാം, ജനറൽ റിസർവ് നിന്ന് എടുക്കാം. ഓക്കെ, ആർ യു ഓക്കെ? സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് ജേണൽ എൻട്രിയിലേക്ക് പോകാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ജേണൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ജേണൽ എൻട്രി എഴുതാം. ഫസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി പോവാണ്. പ്രോഫിറ്റ് ആയതുകൊണ്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എപ്പോഴും, ഓക്കെ, നോക്കിയേക്കണം മക്കളെ. ഓക്കെ, പ്രോഫിറ്റ് ആയതുകൊണ്ട് എത്രയാണ് പ്രോഫിറ്റ് ഉണ്ടെന്ന് പറഞ്ഞത്, പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 85,000. സോ പ്രോഫിറ്റ് ആയതുകൊണ്ട് വിച്ച് മീൻസ് ഇറ്റ് ഹാസ് ഓൾവേസ് ഷോസ് ക്രെഡിറ്റ് ബാലൻസ്. എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക, പ്രോഫിറ്റിന് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ഉണ്ടാവുക. ദെൻ നമുക്ക് എടുക്കാനുള്ള മറ്റൊരു ഐറ്റമാണ് ജനറൽ റിസർവ്. എത്രയാണ് വരുന്നത്, 30,000 അല്ലേ. ഓക്കെ, 30,000. ഓക്കെ, ജനറൽ റിസർവ് 30,000. ഓക്കെ, 30,000. സോ ഈ ജനറൽ റിസർവ് എന്നത് 30,000 ആണ്. ഇതും എന്ത് ബാലൻസ് ഉണ്ടാവുക,
ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ക്രെഡിറ്റ് ബാലൻസ് ആണ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. സോ ഇത് പ്രത്യേകം ഓർത്ത് വെക്കണം, ബിക്കോസ് നമ്മൾ ഇതിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്, ഈ പ്രോഫിറ്റിനെ ക്ലോസ് ചെയ്യാൻ വേണ്ടി പോവാണ്, അതിൽ നിന്ന് എടുക്കാൻ വേണ്ടി പോവാണ്. 100% എടുക്കണം. ഏതിൽ നിന്ന്? പ്രോഫിറ്റിൽ നിന്ന് എത്ര എടുക്കേണ്ടി വരും? 85,000 എടുക്കേണ്ടി വരും. കാരണം മൊത്തത്തിൽ കൊടുക്കാനുള്ള എത്രയാ? ടോട്ടൽ കൊടുക്കാനുള്ളത് 1 lakh ആണ്. സോ റിമൈനിങ് എമൗണ്ട്, ഓക്കെ, ഇവിടെ എത്രയാണോ റിമൈനിങ് അത് നമുക്ക് എവിടെ നിന്ന് എടുക്കാം? ജനറൽ റിസർവ് നിന്ന് എടുക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരേണ്ടി വരും? യെസ്, 15,000 വേണ്ടി വരും. ഓക്കെ, നോക്കിയേക്കണേ നമ്മുടെ ബാലൻസ് ഷീറ്റിൻ്റെ അവസ്ഥ എന്തായിരിക്കും? നേരത്തെ പ്രോഫിറ്റായിട്ട് 85,000 ഉണ്ടായിരുന്നു, ജനറൽ റിസർവ് ആയിട്ട് 30,000 ഉണ്ടായിരുന്നു. ഓക്കെ, ക്യാപിറ്റൽ റിസർവ് എത്രയുണ്ട്? 50,000 അവിടെയുണ്ട്. ഓക്കെ, സോ ഇപ്പോൾ എന്ത് സംഭവിക്കും? ഇതാ ഈ പ്രോഫിറ്റ് ഇവിടുന്ന് വെട്ടിപ്പോവും, മുഴുവനായിട്ട് നമ്മൾ എടുക്കും. ദെൻ ജനറൽ റിസർവ് നമ്മൾ പൂർണ്ണമായിട്ട് വെട്ടില്ല, 30-ൽ നിന്ന് 15 എടുത്തിട്ട് ബാക്കി 15 അവിടെ ഉണ്ടാവും. ക്യാപിറ്റൽ റിസർവ് നമ്മൾ തൊട്ടിട്ടില്ല, അവിടെ ഉണ്ടാവും. ഓക്കെ ആണോടാ? ബാലൻസ് ഷീറ്റിലെ ഇമ്പാക്റ്റ് ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത്. സോ നമുക്ക് നേരെ ജേണൽ എൻട്രിയിലേക്ക് വരാം. ഓക്കെ, ആദ്യം എനിക്ക് പ്രോഫിറ്റ് എടുക്കണം. പ്രോഫിറ്റ് ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റമാണ്. ക്രെഡിറ്റ് ബാലൻസ് കാണിക്കുന്ന ഐറ്റത്തെ എടുക്കുമ്പോൾ ക്ലോസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡെബിറ്റ് ചെയ്യണം. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ്, ഓക്കെ, പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയാം, അല്ലെങ്കിൽ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയാം. നമ്മുടെ പുതിയ, ഓക്കെ, നമ്മൾ ന്യൂ ഫോർമാറ്റിൽ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്ന് പറയുന്നത്, ഓർ യു ക്യാൻ സേ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്. എത്ര എടുത്തിരിക്കുന്നത്? 85,000 മുഴുവൻ എടുത്തു, 100% എടുത്തിട്ടുണ്ട്. ഇനി എത്ര വേണം? ഓക്കെ, ഇനി എത്ര വേണം? യെസ്, അത് എവിടെ നിന്ന് എടുത്തോളൂ? ജനറൽ, ഓക്കെ, ജനറൽ റിസർവിൽ നിന്ന് എടുത്തോളൂ. എത്രയാ? ജനറൽ റിസർവിൽ 30,000 ഉണ്ട്, അതിൽ നിന്ന് നമ്മൾ എത്ര എടുത്തു? 15,000. ഓക്കെ, 15,000 എടുത്തു. ഓക്കെ, ഇത് എങ്ങോട്ടേക്കാണ് നമ്മൾ മാറ്റുന്നത്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി. എങ്ങോട്ടേക്ക് മാറ്റി? ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ് എങ്ങോട്ട് മാറ്റി? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് മാറ്റി. ഹൗ മച്ച്? 1 lakh rupees. ഓക്കെ ആണോടാ? ഓക്കെ ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെബിറ്റ്, ജനറൽ റിസർവ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. ഓക്കെ, നമ്മൾ പൂർണ്ണമായിട്ടും എങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്? ക്യാപിറ്റൽ റിഡംഷൻ റിസർവിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഓക്കെ, ട്രാൻസ്ഫർ ഓഫ് എമൗണ്ട് ഈക്വൽ ടു നോമിനൽ വാല്യൂ ഷെയർസ് റെഡീം ടു ട്രാൻസ്ഫർ ടു ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്. നരേഷൻ അങ്ങനെ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യാൻ വേണ്ടി പോകുന്നത്? ബാലൻസ് ഷീറ്റിൽ നിങ്ങൾക്ക് ഓൾറെഡി തന്ന, ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി തന്ന പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എത്രയുണ്ട്? ഇതാ 1,008% പ്രിഫറൻസ് ഷെയർസ് ഓഫ് 1 lakh rupees ഉണ്ട്. 1 lakh rupees എന്തുണ്ട്? പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ ഉണ്ട്. അത് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പോവാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ മക്കളെ നോക്കിയേക്കണം മക്കളെ, ഇതിനെപ്പോഴും എന്ത് ബാലൻസ് ആണ് ഉണ്ടാവുക? ക്രെഡിറ്റ് ബാലൻസ് ആണ്. ഇതിനെ ക്ലോസ് ചെയ്യണം, എന്ത് ചെയ്യണടാ? ഡെബിറ്റ് ചെയ്യണം. ആർ യു റെഡി? സോ ദാ ജേണൽ എൻട്രി ചെയ്താൻ വേണ്ടി പോവാണ്. 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ, 8% പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ്. എത്രയാണ് വന്നിരിക്കുന്നത്? 1 lakh rupees. അത് ക്യാൻസൽ ചെയ്തു, അതിന് ഡെബിറ്റ് ചെയ്ത് ക്യാൻസൽ ചെയ്തു. ക്രെഡിറ്റ് ബാലൻസിൽ ഐറ്റമാണ്, ലാബിലിറ്റി സൈഡിലുള്ള ഐറ്റമാണ്. സോ ക്രെഡിറ്റ് ബാലൻസ് തന്നെയായിരിക്കും. ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ദെൻ 2, ആർക്ക് എമൗണ്ട് കൊടുക്കാനുണ്ടാവുക? ഇത് ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞു, ബട്ട് ഒരാൾക്ക് എമൗണ്ട് ഡ്യൂ ആണല്ലോ. ആർക്കാണ്? നോ ഡൗട്ട് ഇറ്റ് വിൽ ബി ഡ്യൂ ടു preference share holders. So to preference share holders account എത്ര? 1 lakh. ഓക്കെ, എമൗണ്ട് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡേഴ്സ്. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ ആ എമൗണ്ട് സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ രണ്ടാമത്തെ ജേണൽ എൻട്രിയും നിങ്ങൾക്ക് ഓക്കെ ആണെന്ന് കരുതുന്നു. സെക്കൻഡ് ജേണൽ എൻട്രി ഓക്കെ ആണെന്ന് കരുതുന്നു. ഇഫ് യു ഹാവ് എനി ഡൗട്ട്സ് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ. ഓക്കെ. ദെൻ നെക്സ്റ്റ് ജേണൽ എൻട്രിയിലേക്ക് പോവാണ്. യെസ്, സെറ്റിൽമെൻറ്റ് ഓർ പേയ്മെൻറ്റ് ഡ്യൂ ടു പ്രിഫറൻസ് ഷെയർ ഹോൾഡർ നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഇപ്പോൾ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ എവിടെയാണ് ഉള്ളത്? ഇപ്പോൾ എവിടെയുള്ളത്? ഓക്കെ, ഇതാ ക്രെഡിറ്റ് സൈഡിലാണുള്ളത്. ഇവരെ എമൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് സെറ്റിൽ ചെയ്യാം. സോ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. അവരെ ഡെബിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. എത്ര കൊടുക്കാനുള്ളത്? 1 lakh rupees. അത് നമ്മൾ മാറ്റി വെച്ചിട്ടില്ലേ? യെസ്, ആ 1 lakh rupees കൊടുത്ത് നമ്മൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞു. മക്കളെ 3 ജേണൽ എൻട്രിയിൽ നമ്മൾ എന്ത് ചെയ്തു? റിഡംഷൻ നടത്തി കഴിഞ്ഞു. ഫസ്റ്റ് നമ്മൾ ഏതാണോ സോഴ്സ് അത് ഐഡൻറ്റിഫൈ ചെയ്യുക.
സോഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഇറ്റ് കുഡ് ബി അക്യുമുലേറ്റഡ് പ്രോഫിറ്റ് ഓർ ജനറൽ റിസർവ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള റിസർവ്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ മേക്ക് യൂസ് ഇറ്റ്. ക്യാപിറ്റൽ റിസർവ് കാണാം, നിങ്ങളത് എടുക്കാൻ വേണ്ടി പാടില്ല, നമ്മുടെ ഏരിയ അല്ല അത്. ഓക്കെ, സോ ഈ റിസർവ് എടുത്തു, നമ്മൾ സെറ്റിൽ ചെയ്യാൻ വേണ്ടി പോവാണ്. ഫോർ ദാറ്റ് ക്യാപിറ്റൽ റിഡംഷൻ റിസർവിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, അതിനെ ഷിഫ്റ്റ് ചെയ്ത് വെച്ചു. ഓക്കെ, ദെൻ നമ്മൾ ഏതാണോ ക്ലോസ് ചെയ്യുന്നത്, ഏതാണോ സെറ്റിൽ ചെയ്യുന്നത്, ഏതാണോ റിഡീം ചെയ്യുന്നത്, ഓക്കെ അതെടുത്തു. അത് പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റലാണ്. പ്രിഫറൻസ് ഷെയർ ക്യാപിറ്റൽ എന്ത് ബാലൻസ് ഉണ്ടാവുക, ക്രെഡിറ്റ് ബാലൻസ് ആണ്. ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, ഡെബിറ്റ് ചെയ്തു. ആർക്ക് കൊടുക്കാനുണ്ട്, പ്രിഫറൻസ് ഷെയർ ഹോൾഡർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ള ജേണൽ എൻട്രി കിട്ടും. അടുത്ത എന്താ, പ്രിഫറൻസ് ഷെയർ ഹോൾഡർ കൊടുക്കുന്നതാണ്. പ്രിഫറൻസ് ഷെയർ ഹോൾഡർ അക്കൗണ്ട് ഡെബിറ്റ് ടു ബാങ്ക്. കോൺസെപ്റ്റ് ക്ലിയർ ആണെന്ന് കരുതുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങൾക്ക് വേണ്ട വീഡിയോസും ഇവിടെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു സോ മച്ച്.